കുടുംബത്തോട് ചെയ്തിട്ടുണ്ട്, അയൽവക്കക്കാരോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണം എന്നുള്ള ചിന്തയോടുകൂടി കണ്ണ് ഈറനണിയണം. ആഖിറത്തിൽ എന്നെ നീ പിടിച്ചു നിർത്തുമ്പോ എനിക്ക് എന്ത് മറുപടിയാണ് അവിടെ പറയാനുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് അല്ലാഹുവേ നീ എന്നെ അവിടെ പരാജയപ്പെടുത്തരുത് എന്നുള്ള ചിന്തയോടുകൂടി ഇടയ്ക്ക് ഓർത്തിരുന്ന് കണ്ണ് ഈറനണിയൽ നാലാമതായി ആഖിറത്തിലേക്ക് കൊണ്ടുപോകുന്ന പൊതിച്ചോറാണ്, ഭക്ഷണമാണ്. 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കണേ, 4 നേരത്തെ ഭക്ഷണമായിട്ട് ആഖിറത്തിലേക്കുള്ള പ്രയാണത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ 4 കാര്യം. അത് പരിശുദ്ധമായ റജബ് മാസത്തോടുകൂടി നിങ്ങൾ അതൊക്കെ തയ്യാറാക്കിക്കൊള്ളണേ എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു നമുക്ക് താബിഈങ്ങളുടെ നേതാവാണ്, മഹാനവറുകളൊക്കെ നമുക്ക് അറിയിച്ചിരിക്കുകയാണ്. ഈ 4 കാര്യം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണ്, നിർബന്ധമായ കടമയാണ്, ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത കാര്യമാണ്. ഏതാണ് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റൂല. ഈ 4 കാര്യം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് 1 നോമ്പ്, 2 സ്വദഖ, 3 നമസ്കാരം, 4 നമ്മുടെ തെറ്റുകൾ ഓർത്ത് കണ്ണ് ഈറനണിയണം. കടങ്ങളെ ഓർത്തിട്ട് കരയലല്ല, വീടില്ലാത്തതിനെ ഓർത്ത് കരയലല്ല, മക്കളില്ലാത്തതിനെ ഓർത്ത് കരയലല്ല. കരയേണ്ടത് അല്ലാഹുവേ പടച്ചവനെ, ഈ ദുനിയാവിൽ എല്ലാവരും എന്നെ ഒറ്റയ്ക്ക് കൊണ്ടാക്കും, ഞാൻ ഒറ്റയ്ക്ക് കിടക്കണം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം, അന്ന് ആരുണ്ട് എനിക്ക് തുണ, ആരെന്നെ സഹായിക്കാൻ? ഇവിടെ എല്ലാരും കൂട്ടത്തിൽ കാണും. അതുകൊണ്ട് പടച്ചവനെ എന്നെ നീ സഹായിക്കണേ, ഒരുപാട് തെറ്റ് ചെയ്തവനാണ്, നീ അല്ലാതെ എനിക്ക് ആരുമില്ല. ആ ഒരു ചിന്തയോടുകൂടി കണ്ണ് ഈറനണിയണം. അതിനുള്ള മാസമാണ് റജബുൽ തത്ഹീരിൽ ബദൻ, തന്റെ ശരീരശുദ്ധി കലശം ചെയ്യാൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പിന്നീട് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു, ഈ പരിശുദ്ധമായ മാസത്തില് കൂടുതൽ ഇബാദത്തിനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. നമ്മൾ ഇബാദത്ത് എന്നൊക്കെ നമ്മൾ പറയും, എല്ലാരും ഇബാദത്ത് ചെയ്യും, ആരാധിക്കും, അല്ലാഹുവിനെ ആരാധന ഇബാദത്ത്. ഈ ആരാധനയുടെ മർമ്മം എന്താണ് മർമ്മം? നമ്മൾ ഓടി വന്ന് നിസ്കരിക്കുന്നു, നമസ്കരിച്ചു, ജുമാ നിസ്കരിച്ച, ലോഹർ നിസ്കരിച്ച, അസ്ർ നിസ്കരിച്ച, സുബഹി നിസ്കരിച്ച. ഇതിന്റെ കാതൽ വശം എന്താണ്? നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഇതിന്റെ കാതൽ വശം എന്താണ്? 3 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ കാതലായ വശം 3 കാര്യമാണ്. അതിലൊന്ന് അർ-റജാ, അൽ-ഖൗഫ്, ഖൗഫ്. 2 അർ-റജാ, 3 അൽ-ഹുബ്. ഈ 3 കാര്യം കോർത്തിണക്കപ്പെട്ടതാകണം നമ്മുടെ ഇബാദത്തുകൾ. ഇല്ല എങ്കിൽ ഈ ഇബാദത്തുകൾക്കൊരു മാധുര്യം ഉണ്ടാവൂല. ഈ 3 കാര്യം കോർത്തിണക്കണം. സഹാബാക്കൾ, മഹാന്മാർ, സ്വാലിഹീങ്ങൾ, ഫുഖഹാക്കൾ, താബിഈങ്ങൾ, സലഫുകൾ, ഖലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരാണ്, നമ്മൾ ആരാധിക്കുന്നവരാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. ഈ ഇബാദത്തിന്റെ മാധുര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ 3 കാര്യം ഈ ഇബാദത്തിനോടൊപ്പം നിങ്ങൾ കൂട്ടിയിണക്കണം. അതിലൊന്ന് ഖൗഫ്, ഭയം. എപ്പോഴും ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها സാബിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെടുന്നവരെ കുറിച്ച് പരിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. എപ്പോഴും അല്ലാഹയെ പേടിച്ച് തലതാഴ്ത്തി വിനയാന്വിതരായി എളിമയോടെ അള്ളാന്റെ മുന്നിൽ സർവവും സമർപ്പിച്ച് കഴിയുന്നവരാണ് യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ. അവർക്ക് ആ പേടിയാണ്. നമുക്ക് ഒരാളെ പേടിയുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ പേടിച്ച് മോഹമൊക്കെ കുനിച്ച് വളരെ ഒരു ഭവ്യതയോടെ നടന്നു പോകും. പേടി, വളരെ പേടി.
അതാണ് അള്ളാഹയെ പേടിക്കുന്നവരാണ് ആ കോലത്തിൽ നടക്കുക. ഔലിയാക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ആരോടും അനാവശ്യമായിട്ടോ സാരമായിട്ടോ നിസാരമായിട്ടോ ആവശ്യത്തിനോ ഒന്നും സംസാരിക്കാറൊന്നുമില്ല. അവരുടെ സദാസമയം അള്ളാഹുമായുള്ള കൽബിയായ ഒരു ബന്ധമാണ്. ആ ദിക്റ് ഫിക്റിൽ അവരിങ്ങനെ കഴിഞ്ഞുകൂടും. കാരണം എന്താ, എന്തെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത് വന്നു പോയാൽ ആഖിറത്തിൽ അത് പിടിച്ചു നിർത്തപ്പെടുമോ എന്ന പേടി അവർക്കുള്ളത് കൊണ്ട് അവരുടെ സൂക്ഷ്മതയോടുകൂടിയാണ് അവർ കഴിഞ്ഞുകൂടുക. ഇന്നല്ലദീന ഹും മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ. അവര് അള്ളാഹയെ ഭയപ്പെടുന്നവർ മാത്രമല്ല, വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. പരിശുദ്ധമായ അള്ളാന്റെ ആയത്തുകളിൽ അള്ളാഹ് നമ്മളോട് സംസാരിക്കുന്ന സംസാരം പരിപൂർണമായി കേട്ട് പടച്ചവനെ നീ എന്നോട് സംസാരിക്കുകയാണല്ലോ എന്ന് കരുതി അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാണ്. നമ്മളിവിടെ 100 ആയത്തോതിയാൽ എന്ത് വിശ്വാസം, എന്ത് ഗുണമുണ്ട്? നമ്മളുടെ 10,000 ആയത്തോതിയാൽ എന്താ പ്രയോജനം? ചിന്തിക്കണം. നമ്മൾ ഓതുന്ന ഓരോ ആയത്തുകൾ, അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്ന ആയത്തുകൾ, നമ്മളോട് പറയുന്ന ആയത്തുകൾ, അത് ഖൽബിൽ തളച്ച് നമുക്കതിലൊരു ഭയം ഉണ്ടെങ്കിൽ അവൻ സത്യവിശ്വാസിയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അവൻ വിജയിച്ചു. ഖദ് അഫ്ലഹ മൻ തസക്കാ, അവൻ വിജയിച്ചു, അവൻ പരിശുദ്ധനായി. അള്ളാഹുവിന്റെ അടുക്കൽ അവന് 100 മാർക്കായി. അതാണ് മഹാന്മാർ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് നമ്മളെ അറിയിക്കുന്നത്. ആരായി സാലിഹ്യങ്ങൾ, അവരുടെ ഭയം എന്താണ്? വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. പരിശുദ്ധമായ ആയത്തുകളെ പരിപൂർണമായി ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹ് പറഞ്ഞതല്ലേ, അള്ളാഹ് പറഞ്ഞതാണല്ലോ, അള്ളാന്റെ വാക്കാണല്ലോ, അവന്റെ സന്ദേശമാണല്ലോ എന്ന ചിന്ത, എന്ന പേടി. നമുക്കിപ്പോ ഖുർആൻ ഓതി അർത്ഥം പറഞ്ഞ് അല്ലെ ഖുർആൻ ഓതി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കല്ലി നമ്മളത് അങ്ങനെ നിസാരമായിട്ട് തല്ലോ. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ഖൽബിന്റെ ഉള്ളിൽ ഈമാൻ കയറിയിട്ടില്ല എന്നർത്ഥം. അതാണ് അർത്ഥം. ഖൽബിനകത്ത് ഈമാൻ കയറിയിട്ടില്ല. നാവ് കൊണ്ട് നമ്മളൊരു മുസ്ലിം എന്നാണ് അതിന്റെ അർത്ഥം. സഹാബാക്കൾ അങ്ങനെ ആയിരുന്നില്ല, താബിഈങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ഒരു കാരണവശാലും അള്ളാഹ്ക്ക് എതിരെ ശിർക്ക് ചെയ്യാത്തവരാണ്. എന്തെല്ലാം പ്രതിബിംബങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ആരാധനക്കർഹൻ അള്ളാഹുവാണ്. അവനില്ലാതെ ഒരു ഇലാഹില്ല. അവനെ കൊണ്ടല്ലാതെ ഒരു കാര്യവും ലോകത്ത് നടക്കൂല. എന്ത് ഖൈറ് ഷർറ് വന്നാലും പടച്ചവന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അള്ളാഹുലേക്കാണ് സകലവും സമർപ്പിക്കേണ്ടത് എന്ന പരിപൂർണമായ ഈമാനിക വിശ്വാസത്തോടുകൂടി സമർപ്പണത്തോടുകൂടി ആ ഖുർആനിനെയും അള്ളാഹുവിനെയും അംഗീകരിക്കുന്നവരാണ്. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. യഥാർത്ഥ വിശ്വാസികൾ. എന്ത് പ്രശ്നം വന്നാലും അള്ളാഹയെ വിട്ടുള്ള കളിയില്ല. ഇതിങ്ങനെയാണോ തീരുമാനം, ഇത് അള്ളാന്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ശിർക്ക് വയ്ക്കൂല. പക്ഷെ നമ്മളൊക്കെ ഇന്ന് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. നമ്മൾ കൂടുതൽ ഇന്ന് ഇബാദത്ത് ചെയ്യും വിശ്വാസികളാണ്. പക്ഷേ നമ്മുടെ 60% നമ്മുടെ പ്രവൃത്തി ചിലപ്പോൾ ശിർക്കിലേക്ക് പോകും. അള്ളാഹ് പറഞ്ഞ വാക്കാണ്. ചിന്തിച്ചു നോക്കിയാൽ മതി എങ്ങനെയാ പോകുന്നതെന്നൊക്കെ. വമാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. നമ്മൾ അള്ളാന്റെ സാമീപ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലയിടത്തൊക്കെ പോയിട്ട് കമന്ന് വീഴുന്നത്. ഇത് അള്ളാന്റെ സാമീപ്യം കിട്ടും എന്നൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് സുജൂദ് ചെയ്ത്, അവിടെ പോയി കമന്ന് വീണ്, അവിടെ പോയി തൊട്ട് നക്കി, അവിടെ പോയി തിരിയും കത്തിച്ച്, അവിടെ ആ മരത്തിന് ചുമ്മാ ചുറ്റിയിട്ട് ഇതൊക്കെ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ചിന്തയോടുകൂടിയാണ്. ഇതൊക്കെ വേസ്റ്റ് ആണെന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് കടക്കാൻ അങ്ങനെ ആ വളഞ്ഞ വഴി സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇത് അള്ളാഹു തന്നെ പറയുന്ന കാര്യമാണ്. നേരായ വഴിയിലേക്ക് നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാം. അതാണ് പടച്ചോൻ പറഞ്ഞത്. വമാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹ് പറയുന്ന വാക്കാണിത്. പരിശുദ്ധ ഖുർആനാണിത്. ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്, അള്ളാഹയെ ആരാധിക്കാനാണ് വന്നത്, അള്ളാഹുവിലേക്ക് അടുക്കാനാണ് വന്നത് എന്നൊക്കെ നമ്മൾ പറയും. ഇത് ഖുർആന്റെ വാക്കാണ്. അതുകൊണ്ട് ഈമാൻ നമ്മൾ ശരിയാക്കി കൊള്ളുക. ഇബാദത്തിന്റെ വിഷയത്തിൽ ഷിർക്കിന്റെ അംശം വന്നുപോയാൽ ആഖിറത്തിൽ അള്ളാഹയെ കണ്ടുമുട്ടാൻ പറ്റൂല. فمن كان يرجو لقاء ربه
فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഒരു കാരണവശാലും അള്ളാഹുവിനെ കാണണമെന്ന് കണ്ടുമുട്ടാൻ ആർക്കെങ്കിലും കൊതിയുണ്ടെങ്കിൽ അവരുടെ ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കരുത്. ഒരു കാര്യത്തിലും അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചുള്ള സത്യവിശ്വാസികളുടെ വിശേഷണം, അള്ളാഹെ ഭയപ്പെട്ട് ഇബാദത്ത് എടുക്കുന്നവരുടെ വിശേഷണങ്ങളായി ഖുർആനിൽ പറഞ്ഞത്. പിന്നീട് അല്ലാഹു തആല അവരെ കുറിച്ച് പറയുന്നു, വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ല സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താൽ പടച്ചവനെ നീ ഇത് സ്വീകരിക്കുവോ അല്ലാ, നീ ഇത് സ്വീകരിച്ചിട്ടുണ്ടോ അല്ലാ എന്ന് അവരുടെ കൽബ് കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുമത്രേ. ഇന്നൊരു 500 രൂപ കൊടുത്ത 150 ഫോട്ടോ ആണ് എടുക്കുക. 50,000 വാട്സപ്പിലൂടെ അങ്ങോട്ട് പറഞ്ഞു വിടും. ഒരു പൊതിക്കെട്ട് കൊടുത്താൽ 1000കണക്കിന് ഫോട്ടോ എടുത്ത് അവന്റെ കയ്യടി വാങ്ങാൻ ലോകത്ത് മൊത്തവും അത് പ്രചരിപ്പിക്കും. അവർക്കത് സ്വീകരിച്ചോ അതല്ല തള്ളപ്പെട്ടോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ലോകത്തിന്റെ കയ്യടി വാങ്ങലാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ സാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ, സ്വഹാബാക്കൾ അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ വല്ലതും ചെയ്താൽ, വല്ല സദഖകൾ കൊടുത്താൽ, അല്ലാഹ് അവർക്ക് കൊടുത്തതിൽ നിന്ന് ഒരു വീതം പാവപ്പെട്ടവർക്ക് മാറ്റിവെച്ചാൽ വജിലത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയം പിടയ്ക്കും, റബ്ബേ ഇത് നീ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ. അതാണ് അവരുടെ ഫിക്ർ. ഇതങ്ങനല്ല, ഇതെല്ലാം കൊടുത്തിട്ട് 50 കിറ്റ് കൊടുത്തിട്ട് പുറത്തുണ്ട് ആളുണ്ട്, കൊള്ളായിരുന്നല്ലേ, ഉഷാറായിരുന്നില്ലേ, പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു, സൂപ്പർ, ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും എങ്ങനെ എല്ലാവരും ഉണ്ട്, എല്ലാം നല്ല ആളായിരുന്നു, എല്ലാവരും കിട്ടി, 2000 കിറ്റ് എല്ലാവരും കിട്ടി. കിറ്റും കിട്ടി. ആ കിറ്റോട് കൂടി നീയും പോയി. ആകൃതി ഒരു കിറ്റും കിട്ടൂല, കവർ മാത്രം കാണാം, അതിനകത്തൊന്നും കാണൂല. ഖുർആന്റെ വാക്കാണ്, ഞാൻ പറഞ്ഞ വാക്കല്ല. നമ്മൾ അങ്ങനെയല്ലേ ഏത് കാര്യവും പറയാൻ അങ്ങോട്ട് പൊട്ടി വിട്ടു കൊടുക്കണം. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. അല്ലാഹുവിലേക്ക് മടക്കണം, അവനിലേക്കാണ് മടങ്ങേണ്ടതെന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഇവർക്ക് വല്ലാണ്ട് പേടിയാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. ഇവരാണ് നന്മയിലേക്ക് ധൃതി കൂട്ടി വന്നവർ, അവരാണ് മുൻകടന്നവരും, അവർക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനവും. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അത് പേടിച്ചിട്ട് അല്ലാഹയെ പേടിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണിത്. ഇത് ഖുർആൻ പറഞ്ഞ വാക്കാണ്, ഒരു ഹദീസ് പോലും ഇല്ല, ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അല്ലാഹു അക്ബർ. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആഖിറത്തിന് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹ് കാണുന്നുണ്ട്, അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എനിക്ക് ഒരു ഗുണം കിട്ടണം എന്നുള്ള ഭയത്തോടുകൂടി പ്രവർത്തിക്കും. അതാണ് ഖൗഫ്. ആ ഖൗഫോടുകൂടി നമ്മൾ അള്ളാഹ് അടുത്ത് പ്രവർത്തിക്കണം. അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് നമുക്കിതിന് പരിഹാരം കാണും, അല്ലെങ്കിൽ അള്ളാഹു ഇതിനെ ശിക്ഷിക്കും എന്നുള്ള ആ ഒരു ചിന്ത. അവരാണ് മുൻകടന്നവർ, അവരുടെ പ്രവൃത്തി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുള്ളൂ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അതല്ലേ അള്ളാഹു നന്മ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്ന് ഖൗഫാണ്, ഖൗഫ്. രണ്ടാമത് റജാ. അതിങ്ങനെ ആഗ്രഹം ഉണ്ടാകണം, പടച്ചവനെ എനിക്ക് സ്വർഗത്തിലെത്തണം, എനിക്ക് കുറച്ച് നിസ്കരിക്കണം, എനിക്ക് തൗബ ചെയ്യണം, എനിക്ക് കുറെ അമൽ ചെയ്യണം, എനിക്ക് കുറെ ഇബാദത്ത് എടുക്കണം, എനിക്ക് അല്ലാഹുവിനെ കൂടുതൽ അടുക്കണം. ഒരു റജ, ഒരു ആഗ്രഹം. എല്ലാത്തിനും അങ്ങനെയാണല്ലോ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. سارعوا സുറാ സുറാ, യാ അല്ലാഹ് സുറാ സുറാ എന്നൊക്കെ പറയില്ല, ധൃതി പിടിച്ച് പെട്ടെന്ന് പോ.
സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാന്റെ ഭാഗത്തിലേക്ക് മഗ്ഫിറത്തിന് വേണ്ടി ഓടണേ. ധൃതി പിടിക്കാൻ താമസിപ്പിക്കരുത്. തൗബ ചെയ്യാൻ വേഗം ഓടിപ്പോകണം. നമ്മളിപ്പോ കാർ ഓടിച്ചു പോകുമ്പോ ഇച്ചിരി ഓട്ടം കുറയ്ക്കും, മിതത്വം. ഹമ്പുണ്ട്, അവിടെ കുറച്ച് ബ്ലോക്ക് ഉള്ള സ്ഥലമാണ്, സ്കൂളുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ കഴിച്ചു വെച്ചിരിക്കും കുറച്ച് പതുക്കെ പോകും. ഇത് വണ്ടി ഓടിക്കുന്നതിനാണ്. പക്ഷെ ഇതല്ല തൗബ, മഗ്ഫിറത്ത്. ഇതിന് ഖഫൂഫത്തില്ല, ഇവിടെ താമസിപ്പിക്കാൻ പറ്റൂല. ഇവിടെ വളരെ വേഗത്തില് അല്ലാഹുവിലേക്ക് അടുക്കണം. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ഖുർആന്റെ ഉപദേശമാണ്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം നിങ്ങൾക്ക് വേണോ? നിങ്ങൾ ധൃതി കൂട്ടി അല്ലാഹുവിലേക്ക് അടുക്കണേ. ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ സ്വഹാബാക്കളെ ഒരുമിച്ച് കൂട്ടുകയാണ്. എല്ലാവരും സ്വഹാബാക്കളൊക്കെ ബദറിൽ ഒരുമിച്ച് കൂടുന്നു. എല്ലാവരും എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഖദ്ദിമന്ന അഹദും മിൻകും ഇലാ ശൈഇൻ ഹത്താ അകൂന അദ്നാ മിൻ. ഞാൻ മുന്നിൽ പോകാതെ ആരും എന്നെ മുന്നിൽ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോരുത്. യുദ്ധം ചെയ്യാൻ പോകുമ്പോ ഞാൻ മുന്നിൽ നിൽക്കും. എന്താ നേതാവാ, പഠിപ്പിച്ചോട്. ഇവിടെ നേതാക്കന്മാരൊക്കെ റൂമിൽ ഇരുന്ന് കൊട്ടേഷൻ വിടും. പാവപ്പെട്ടവൻ അവൻ പോയി അടിക്കാൻ പറയും, നീ പേടിടാ. നേതാക്കന്മാരനങ്ങൂല, കൊട്ടേഷൻ വിട്ടവിടമാർ ഇരിക്കത്തേ ഉള്ളു. പാവപ്പെട്ടവൻ ജയിലിൽ കിടക്കണം, പാവപ്പെട്ടവനെ തൂക്കുകയറ്, പാവപ്പെട്ടവനെ കൊല്ലുക. നേതാക്കന്മാരെല്ലാം അവിടെ ഇരുന്ന് ഓൺലൈനിലൂടെ കാര്യങ്ങൾ നടത്തും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം ബദറിലെത്തിയവരാണ്. ഞാൻ മുന്നിൽ നിൽക്കും, ഫ്രണ്ടിൽ ഞാൻ പോകുന്നവരെ ഒരാൾ നിങ്ങൾ അങ്ങോട്ട് കയറി അതിക്രമിക്കാൻ പോരുത്, ഞാനായിരിക്കും അവിടെ പോവുക. ഫദനൽ മുശ്രികൂന, മുശ്രിക്കീങ്ങളൊക്കെ അടുത്ത് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ ഒരു ഉപദേശം കൂടെ കൊടുത്തു. എല്ലാവരും പെട്ടെന്ന് നബി തങ്ങൾ എഴുന്നേറ്റിട്ട് ഖുമൂ ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം ആവശ്യമുള്ളവരൊക്കെ എഴുന്നേക്കണേ. ആഗ്രഹ ആവേശത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം വേണോ? ഖുമൂ, എഴുന്നേക്ക്. നേരെ പോയി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബാക്കൾക്ക് ആവേശമായി. അതിൽ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി എഴുന്നേറ്റ് വന്നിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ഉമൈർ ഇബ്നുൽ ഹുമാമിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത്ഭുതത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നിർത്ത്, ജന്നത്തുൻ അർളുഹസ് സമാവാതു വൽ അർള്, നബിയേ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമോ? ഖാല നഅം, അതെ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം, അതെ, അത് തന്നെ കിട്ടുമോ? അത് തന്നെ കിട്ടും. മതി, എനിക്കത് മതി. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചാണ്, മാ യഹ്മിലുക അലാ ഖൗലിക ബഖിൻ, എന്താ മതി എന്ന് പറഞ്ഞത്? എന്റെ കാരണം എന്താ? അല്ല നബിയെ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം നബി അങ്ങ് പറഞ്ഞെങ്കിൽ വല്ലാഹി യാ റസൂലല്ലാഹ് അന്നകൂന അനഹുവ, എനിക്ക് ആ സ്വർഗം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. അർജു അന്നകൂന, ഞാൻ ആ സ്വർഗത്തിന്റെ അവകാശിയാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊക്കെ സ്വർഗം എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിച്ച് തറാവി നിസ്കരിച്ച് പോയ സ്വർഗം കിട്ടണം, അല്ലെങ്കിൽ അള്ളാഹെ പിടിച്ച് നമ്മള് ഹരാസ് ചെയ്യും. ഇതാണ് നമ്മുടെ പണി. ഇവർ അള്ളാന്റെ മാർഗത്തിൽ ഫുൾ ടൈം നിൽക്കുന്നവരാണ്. ആ സഹാബി വന്നിട്ട് പറയാണ്, നബി സ്വർഗം ആകാശവും, അതേ, ആകാശഭൂമികളുള്ള വിശാലമായ സ്വർഗം, അതെ, അതാ തരാൻ പോകുന്നു. എന്താ? എനിക്ക് മതി. പെട്ടെന്ന് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് പോയിട്ട് അദ്ദേഹത്തിന്റെ സഞ്ചി എടുത്ത് അതിൽ കുറച്ച് തമറുണ്ടായിരുന്നു. ഫഅഖ്റജ തമറാത്തുൻ മിൻ ഖർനിഹി, അദ്ദേഹത്തിന്റെ പാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ സഞ്ചിയിൽ നിന്ന് കാരക്ക എടുത്ത് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നു. ഒരു തയ്യാറെടുപ്പ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത് ഓർത്തിട്ട് അദ്ദേഹം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പം ചിന്തിച്ചു പോയി, അല്ലാഹ്,
ലഇൻ അന ഹയ്യൈതു ആകുല തമറാത്തി ഹാദി ഇന്നഹാ ലഹയാതൻ തവീല. ഞാൻ ഈ തമർ മൊത്തവും തിന്നു തീർത്ത് കഴിഞ്ഞിട്ട് അള്ളാന്റെ മാർഗത്തിൽ പോകാൻ നിന്നാൽ അതിനിടയ്ക്കെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ഉദ്ദേശിച്ചത് കിട്ടൂല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ആ തമറെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം ചോദിച്ചു, നബിയെ, എനിക്ക് വല്ലാണ്ട് ആഗ്രഹമുണ്ട് ഈ സ്വർഗത്തിലെത്താൻ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ, നീ ആ സ്വർഗത്തിന്റെ അവകാശിയെ പേടിക്കണ്ട. അവരുമായി യുദ്ധം ചെയ്തു, അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. അതാണ് ആഗ്രഹം. ആഗ്രഹം ഇതാണ്. സ്വർഗത്തിൽ എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ പണിയെടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി ദാലിക ഫദ്ലുല്ലാഹ് യുതീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. പെട്ടെന്ന് ഓട്, മത്സരിച്ച് ഓട്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ച് ഓടണേ. ഓട്. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെയും ആഖിറത്തെ വിശ്വസിക്കുന്നവർക്കും പ്രവാചകന്മാരെ അംഗീകരിക്കുന്നവർക്കും അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനമാണ് ആ സ്വർഗം. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. അതിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടണേ, വേഗത കൂട്ടണേ. മത്സരിക്കുന്നവerne മുസാബഖ, മുസാബഖ മത്സരം. മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അവനേക്കാൾ ഫസ്റ്റ് എനിക്ക് വരണം, അവനേക്കാൾ ഫസ്റ്റ് എനിക്ക് വരണം. അതാണല്ലോ ഈ മത്സരം. നമ്മൾ മത്സരിക്കും, സ്വർഗത്തിന്റെ മത്സരിക്കും. അതിന് റജാ നമുക്ക് വേണം. റജാ, ഒരാഗ്രഹം വേണം. പടച്ചവൻ എനിക്ക് സ്വർഗം കിട്ടണം. നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടണം. അല്ല യുക്തിവാദികളും മറ്റവരൊക്കെ പറയുന്ന പോലെ ഓ സ്വർഗം അതില്ല, അതൊക്കെ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഇവനൊക്കെ നാളെ ആഖിറത്തിൽ വന്നിട്ട് കൈയും കാലും കടിച്ചിട്ട് പറയുന്ന രംഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹം, നമ്മൾ വിശ്വാസികളുള്ളവരാണ്, നമ്മൾ വിശ്വാസികളാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കണം, എനിക്കതുകൊണ്ട് ആഖിറം വിജയിക്കണം എന്നുള്ള റജാ അത് നമുക്ക് ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ ഇബാദത്തുകൾ പൂർത്തിയാവും. മൂന്നാമത് അൽ ഹുബ്. ഫഅലാമത്തുൽ ഹുബ്ബി അശ്ശൗഖു വൽ ഇനാബത്തു ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് അടുക്കണം, അല്ലാഹുവിലേക്ക് അടുക്കണം. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب. ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്ക്. വന്നതിന് ശേഷമല്ല, മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യ്. മരണം ആസന്നമാകുന്ന സമയത്തല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ ഒരുപാട് കൺസെഷൻ ഓഫർ തരുന്നുണ്ട്. നമ്മൾ ഈ നല്ല ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്തോളൂ. നിങ്ങൾ ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നിങ്ങളെ സകല പ്രശ്നങ്ങളെ ഞാൻ പരിഹരിക്കാം. സ്നേഹമുള്ളവനാണ് ഞാൻ, നിങ്ങളോട് സ്നേഹമുണ്ട്, അടിമകളോട് ദാസന്മാരോട് എനിക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ട് ആ സ്നേഹം നിലനിർത്താൻ നിങ്ങൾ എന്നിലേക്ക് വാ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. الله പാപം പൊറുക്കുന്നവനാണ്. നമ്മളൊരു തെറ്റ് ചെയ്തു പോയി, നമ്മളൊരു തെറ്റ് ചെയ്തു പോയി. പടച്ചവനെ പരിഹാരം ഉണ്ടോ? ഉണ്ട്. പേടിക്കണ്ട, ടെൻഷൻ വേണ്ട, നോ ടെൻഷൻ. അല്ലാഹുവിലേക്ക് വാ. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് വഹും ലാ യശ്ഉറൂൻ. അവൻ അറിയാതെ തന്നെ അവരിലേക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുക്ക്. വഅനീബു ഇലാ റബ്ബിക്കും, പടച്ചവനിലേക്ക് അടുക്ക്. ഇനാബത്ത്, അശ്ശൗഖു വൽ ഇനാബത്തു ഇലല്ലാഹ്. കാരണം ഇത് വന്നു കഴിഞ്ഞാലോ, ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ കൈയും കാലും അടിച്ചിട്ട് പിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിന് മുമ്പേ നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അല്ലാഹു നമ്മളോട് പറയുന്നത്. വഅനീബു ഇലാ റബ്ബിക്കും. അതിന് മാസം റമളാൻ വരുമ്പോ റമളാൻ ആവട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. റമളാൻ ആയില്ലേ, ദിവസം തോറും നോക്കിക്കോട്ടെ. എടേ ഇനി എത്ര ദിവസം ഉണ്ട്? ഇനി റമളാൻ. ഇപ്പൊ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ വരും, റമളാനിന് 40 ദിവസം ബാക്കി, റമളാനിന് 39 ദിവസം ബാക്കി,
റമളാനിന് 38 ദിവസം ബാക്കി. ഇവന്മാർക്ക് വേറെ ജോലിയില്ല. ഇവരൊക്കെ ആരോ ചായ മേടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തിയൊക്കെ ഇങ്ങനെ പറയാം, റമളാനിന് 30 ദിവസം 29 ദിവസം റമളാനിനെ കുറിച്ച് ആരെങ്കിലും അറിയിച്ചു കൊടുത്താൽ അവന് സ്വർഗം കിട്ടും. ഇവന്റെ കയ്യിലാണ് സ്വർഗത്തിന്റെ താക്കോൽ അല്ലാഹു ഏൽപ്പിച്ചത്. ഈ പറയുന്നവൻ നിസ്കരിക്കത്തില്ല, അവൻ നിസ്കരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെ സംശയം. അവന്റെ കയ്യിൽ എന്തോ സ്വർഗത്തിന്റെ താക്കോൽ കൊടുത്തത് പോലെയാ. റമളാനിനെ കുറിച്ച് ആരെങ്കിലും അറിയിച്ചു കൊടുത്താൽ 10 ഹൂർലിങ്ങളെ കെട്ടിച്ചു കൊടുക്കും. ഇവന്റെ മാമാടെ മോളാന്ന് തോന്നുന്നു അവിടെ കിടക്കും, ഇങ്ങനെ കെട്ടിന് കെട്ടിച്ചു കൊടുക്കാൻ. ഇവനൊക്കെ പറച്ചില് കേട്ട് കഴിഞ്ഞാൽ ഇവനെന്തോ അവിടെ പോയിട്ട് വന്നത് പോലെയാണ്. എന്തോ ഒരു വിവരമില്ലാത്തവന്മാർ. അള്ളാഹും റസൂലൊക്കെ പറഞ്ഞു കൊടുത്ത ഇബാദത്ത് ചെയ് ആഗ്രഹത്തോടെ ആവേശത്തോടെ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഇന്നഹും കാനൂ യുസാരിഊന. അവരിങ്ങനെ ആ പ്രവാചകന്മാര് സ്വഹാബാക്കള് അവര് നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ നന്മയുടെ വിഷയത്തിൽ അവരിങ്ങനെ ദുആ ചെയ്തു. വയദുഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ, വകാനൂ ലനാ ഖാശിഈൻ. അവരിങ്ങനെ ദുആ ചെയ്ത് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുന്ന് വിളിച്ച് പടച്ചവനെ എനിക്ക് നീ ആ സ്വർഗം തരണം, ആഖിറം തരണം, നരകത്തെ തൊട്ട് രക്ഷിക്കണം എന്നുള്ള വിളിയായിരുന്നു അവര്. അവരുടെ ജോലി അതായിരുന്നു. നമ്മളെവിടെ ചോദിക്കുന്നു? നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നത് അള്ളാഹയോട് വീഴ്ച എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങേണ്ട സമയമാണിത്. അതാണ്. അല്ല റമളാൻ വരെ നോക്കിയിരിക്കലല്ല, അതുവരെ ജീവിച്ചിരിക്കുന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉറപ്പുണ്ടോ? നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉറപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ വഹും ലാ യശ്ഉറൂൻ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നൊന്നും പറ്റൂല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ 3 കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്ന അസ്ല തഅതി സലാസത്തു അഷ്യാ, അന്ന അസ്ല തഅതി സലാസത്തു അഷ്യാ. അതിലൊന്ന് അൽ ഖൗഫ്. ഫഅലാമത്തുൽ ഖൗഫി, അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇബാദത്തുകൾ. രണ്ടാമത് ആ റജാഇനോടൊരു താല്പര്യം, അൽ ഇജ്തിഹാദു ഫി ത്വാഅത്ത്, ഇബാദത്തുകളിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കണം. 3 അൽ ഹുബ്, സ്നേഹം, അശ്ശൗഖ് വൽ ഇനാബത്തു ഇലല്ലാഹ്. അന്ന അസ്ലൽ മഅസിയത്തി സലാസത്തു അഷ്യാ. 3 കാര്യങ്ങളാണ് തെറ്റുകളുടെ ഉറവിടം. അതിലൊന്ന് അൽ കിബ്ർ, 2 വൽ ഹസദ്, 3 അൽ ഹിർസ്. ഈ 3 കാര്യം ഇതാണ് പിശാചിനെ തന്നെ അള്ളാഹു ശപിക്കാൻ കാരണം, ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് ഇറക്കാൻ കാരണം. ഇതൊക്കെ ഈ 3 കാര്യത്തിൽപ്പെടും. അത് നമുക്ക് വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്ത് അള്ളാഹുമായി കൂടുതൽ അടുത്ത് അവന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞ് ICUവിൽ കഴിയുന്ന ഷിബു എന്ന സഹോദരന് ദുആ ചെയ്യാൻ. 21-ാം തീയതി മരണപ്പെട്ട റഹിയാനത്ത് എന്ന മാതാവിനോട് ദുആ ചെയ്യാൻ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ സഹോദരന്റെ ആ ഒരു വിഷമം പ്രയാസം അള്ളാഹു മാറ്റിക്കൊടുത്ത് ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇടത്തല ആലുവായിൽ വെച്ച് ജനുവരി 25, 26 ശനി ഞായർ ദിവസങ്ങളിൽ ദീനിന്റെ സമ്മേളനം നടക്കുന്നു. കഴിവുള്ളവർ എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കുക. വരുന്ന 25, 26 തീയതികളിലാണ്, നാളെയും മറ്റന്നാളും ആണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിനകത്ത് കഴിവുള്ളവർ, ദീനിന്റെ സമ്മേളനമാണ്, പങ്കെടുക്കാൻ എല്ലാവരും പരിശ്രമിക്കാൻ. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതുപോലെ ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത്, കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ഒരു സുഹൃത്ത് താജ് സാഹിബ്, അദ്ദേഹത്തിന്റെ മകൾ 24 വയസ്സ്, കിഡ്നി ക്യാൻസർ പിടിപെട്ട് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. പെട്ടെന്നാണ്. ആലിമീങ്ങളെയൊക്കെ സഹായിക്കുകയും ആലിമീങ്ങളൊക്കെ അവിടെ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഖിദ്മത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, മക്കളൊന്നും ആയില്ല. അതിനു മുമ്പ് രോഗം പിടിപെടുകയും ഭാരിച്ച ചെലവ് വേണ്ടി വരികയും അതൊക്കെ ചികിത്സ നടത്തിയിട്ടും ശരിയാകാതെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയി. അള്ളാഹു പൂർണ്ണമായി മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം ബദലായി അള്ളാഹു കൊടുത്ത ഖബറിൽ സന്തോഷത്തോടെ ഉറങ്ങാനുള്ള ഭാഗ്യം കൊടുക്കുമാറാകട്ടെ.
അവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു പരിപൂർണമായ നിലയിലുള്ള സാന്ത്വനം, സമാധാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി പറയാനുള്ള നമ്മുടെ ജമാഅത്ത് അംഗമായ 21 വയസ്സുള്ള മുബീന എന്ന ഒരു സഹോദരി കിഡ്നി മാറ്റിവെക്കുന്നതിനായി സഹായം തേടുകയാണ്. കിഡ്നി നൽകുവാൻ മാതാവ് തയ്യാറാണ്. എന്നാൽ ചികിത്സയ്ക്കായി 20 ലക്ഷം രൂപ ചെലവുണ്ട്. നിങ്ങളാൽ കഴിയുന്ന സഹായം അത് എത്തിച്ചു കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു മാസത്തിന് മുമ്പ് ഇതുപോലെ ഒരു സഹോദരൻ പെട്ടെന്ന് 40 വയസ്സ് മരണപ്പെട്ടു. കടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 21 ലക്ഷം അൽഹംദുലില്ലാഹ് ഇതേപോലെ നമ്മൾ പറഞ്ഞു. എല്ലാവരും സഹായിച്ചു. അള്ളാഹിന്റെ ഫضل കൊണ്ട് ആ കടം തീർന്നു കിട്ടിയെന്ന് ഞാൻ ഇന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞു. അൽഹംദുലില്ലാഹ് അള്ളാഹ് അവർക്കെല്ലാം നല്ല കൂലി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇതേപോലെ നമ്മുടെ ജമാഅത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്, പൂന്തറയിൽ അവിടെയാണ് താമസിക്കുന്നത്. 10 ലക്ഷത്തോളം രൂപ സമാഹരിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 ലക്ഷം ചെല്ലുവാനും രൂപ വേണ്ടിവരും. കാര്യമായ നിലയിൽ അൽഹംദുലില്ലാഹ് നിങ്ങളുടെയൊക്കെ സഹായമാണ്. നമ്മളിന്ന് പ്രസംഗിച്ചതും അതാണല്ലോ, വസ്സദഖത്തു സത്റു മാ ബൈനഹു വബൈനന്നാർ. നരകത്തിൽ നിന്നും അവനിൽ നിന്നും അള്ളാഹു തടയിടാൻ ഒരു വഴിയാണ് ഈ സദഖ എന്ന് പറഞ്ഞത്. ഇതുപോലുള്ള രോഗങ്ങൾക്കൊക്കെ നമ്മൾ ചെലവാക്കുക. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ജമാഅത്തിൽ ധാരാളം ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് മാന്യമായി 80% ഇത് വിജയം കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ അള്ളാഹിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ സദഖകളൊന്നും നഷ്ടപ്പെടില്ല. അതൊക്കെ അള്ളാഹു അതിന്റെ കൂലി തരും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കുട്ടി 21 വയസ്സുള്ള കുട്ടിയാണ്, കൊച്ചുകുട്ടിയാണ്. നമുക്കറിയാലോ എന്തെല്ലാം ജീവിതത്തിൽ ആഗ്രഹമുണ്ട്. സ്വന്തം ഉമ്മയാണ് ആ പകുത്ത് നൽകുന്നത്. അവരുടെ ഒരു ഭാഗമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. അള്ളാഹു താല അവർക്ക് രണ്ടുപേർക്കും പൂർണ്ണ ആഫിയത്ത്, ആരോഗ്യ സലാമത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുബീന സഹായ സമിതി എന്ന പേരിൽ അവിടെ അതിൻ്റെയൊക്കെ വാട്സാപ്പും അതിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാം. കാര്യമായ നിലയിൽ ഇൻഷാ അള്ളാഹ് എല്ലാവരും ഇത് കാണുന്ന അല്ലെങ്കിൽ ഇത് വീഡിയോയിൽ വന്നാൽ എല്ലാവരും അള്ളാഹ്ക്ക് വേണ്ടി നല്ല മാസമാണ് ഈ നല്ല രാവിലെ നല്ല മാസത്തിൽ നല്ല നീയത്തോടു കൂടി പടച്ചവനെ ഇതുപോലുള്ള രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും നീ വരുത്തരുത് എന്നുള്ള നല്ല നീയത്തോട് സഹായിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ ഭക്ഷണമൊക്കെ കൂടെ കൊണ്ടുതരുന്ന നമ്മുടെ നസീർ സാഹിബ്, അദ്ദേഹത്തിന്റെ വിരല് ഇങ്ങനെ മുറിച്ചു. പാവം, അദ്ദേഹം വളരെ ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ വന്നു, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാണ്. അള്ളാഹു തആല പൂർണ്ണമായ നിലയിൽ ആഫിയത്ത്, ആരോഗ്യവും സലാമത്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ ഓടി നടന്ന് ഭക്ഷണമൊക്കെ കൊണ്ട് തന്നാണ്. അദ്ദേഹമൊക്കെ കടന്നുപോയ ഞങ്ങളൊക്കെ പട്ടിണിയായി പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. പാവപ്പെട്ട മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത്, ആരോഗ്യം കൊടുക്കുമാറാകട്ടെ. അർഹമുറാഹിമായ തമ്പുരാനെ, കരുണയുള്ള പടച്ചവനെ, ഈ ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ പാവങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു തരണേ പടച്ചവനെ. അള്ളാഹുവേ, പരിശുദ്ധമായ റമളാൻ സന്തോഷത്തോടുകൂടി ഞങ്ങളിലേക്ക് നീ എത്തിച്ചേരണേ പടച്ചവനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. നിനക്കറിയാലോ റബ്ബേ, നിന്നെ മറപ്പിച്ച് ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലാഹ്. ഞങ്ങളുടെ രഹസ്യവും പരസ്യവും അറിയുന്നവൻ നീയാണല്ലോ പടച്ചവനെ. നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്, മാപ്പ് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, ആഫിയത്തുള്ള ദീർഘായുസ് തരണേ പടച്ചവനെ. ആ ആഫിയത്ത് നിനക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ ഭാഗ്യം തരണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അള്ളാഹുവെ. അള്ളാഹുവെ, രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്ക് പൂർണ്ണ ആശ്വാസം നീ നൽകണേ പടച്ചവനെ. അള്ളാഹുവെ, കിഡ്നി രോഗം, ഹാർട്ടിന്റെ രോഗം, സ്ട്രോക്ക്, ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു പടച്ചവനെ. നീ ഞങ്ങളെ രക്ഷിക്കണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്, ആഫിയത്ത് തരണേ പടച്ചവനെ. اللهم عافنا في أبداننا، اللهم عافنا في أبصارنا، اللهم عافنا في أسماعنا، لا إله إلا أنت رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين، والسلام عليكم. السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد